നമ്മുടെ വീട്ടില് ഒരു യുഗം അവസാനിക്കുകയാണ് കേട്ടോ. 10 പൈസ ചെലവില്ലാത്ത സ്വിമ്മിംഗ് പൂൾ. അതെ, പാമ്പിന്റെ വല അല്ല പാമ്പിന്റെ വലയാ വാല് കൊലി കടിച്ചാൽ അത്തഴം മുട്ടെന്ന് പറയില്ലേ. വേഗം പൊക്കോ, വഴിക്കാണ് പൊക്കോ. വൃത്തിയാക്കൽ പരിപാടി തുടങ്ങി. മീൻ പിടുത്തെന്ന് പറഞ്ഞില്ലേ, ഭയങ്കര വേഗതയും ധൃതിയും അതും ഇതും. ചക്കയ്ക്ക് പകരം പ്ലാവിന്റെ ഇടയ്ക്ക് മീനുകൾ. പിലോപ്പി വിപ്ലവം ഞാൻ 2025 അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മീനുകളെ കൊണ്ടുപോകാനായിട്ട് ഓരോരുത്തർ ഇത് വന്നിറങ്ങിയിട്ട് ജോബി വന്നിട്ട് ഇവിടെ ജോബിന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടില് ഒരു യുഗം അവസാനിക്കുകയാണ് കേട്ടോ. എന്തു യുഗം? മീൻ യുഗം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ ഞാനും ജഗ്ഗും കൂടിയിട്ട് ഇവിടെ വെറുതെ കിടക്കുന്ന സ്ഥലമായിരുന്നു. ഒരു കുറെ വാഴകളും അതും ഇതൊക്കെ ആയിട്ടുള്ള കിടക്കുന്ന സ്ഥലം. വാഴക്കൂട്ടം, ഒരു മുരിങ്ങ. അവിടെ അതൊക്കെ മാറ്റിയിട്ട് ഞാനും ജഗ്ഗും കൂടിയിട്ട് കളച്ച് കുഴിയേക്കി ഒരുവിധം കുഴിയേക്കി മീൻകുളം. കോവിഡിന്റെ ടൈമിലല്ലേ സജീവൻ അവിടെ മീൻകുളം ഉണ്ടാക്കിയെന്ന് ഇൻസ്പിറേഷൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടാക്കിയതല്ലേ? സജീവ മീൻകുളം ഉണ്ടാക്കിയില്ല. അപ്പൊ നമുക്കൊരു ആവേശം. അങ്ങനെയാണ് എല്ലാവരും ആ സമയത്ത് അറിയാം. കണ്ടമാനം പേര് വീട്ടിൽ പടുതാകുളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, കുറേ പേര്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഷേപ്പ് പോരാണ്ട് നമ്മുടെ പാണ്ഡ്യണ്ണല്ലേ, മരിച്ചുപോയ പാണ്ഡ്യണ്ണൻ, ആളെ ഹെൽപ്പ് ചെയ്തിട്ട് ആള് ഒന്ന് കറക്റ്റാക്കി നല്ല ഭംഗിയിലാക്കിയിരുന്നു. പിന്നെ ഞാൻ അല്ല മറ്റേ JCB മറ്റേ സാധനം കൊണ്ട് ഹിറ്റാച്ച് കൊണ്ടുവന്നിട്ട് മറ്റേ വേരൊക്കെ പറിച്ചത്. വേര് പറിച്ചു. അയ്യോ, അത് വേര് പറിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കട വേരുണ്ടായിരുന്നു, അത് പറിച്ചു. എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഞങ്ങള് പിലോപ്പിയും പാമ്പിനെ കാണല്ലേ പോയി പിലോപ്പിയും പിന്നെ വാളനിട്ടു. അങ്ങനെ മീൻ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞില്ലേ? 5 കൊല്ലം പറയില്ലേ? അയ്യോ തലടിച്ചു. അപ്പൊ 5 കൊല്ലം മീൻ കിട്ടി. മീനുകള് ഒരു വട്ടം മാത്രമേ ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അതന്നെ പാറ്റി 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 അതിൽ നിന്ന് നിറച്ച് മീനുകൾ കിട്ടി. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ പാമ്പുണ്ടായിരുന്നു മീനുകൾ ആർക്കും വേണ്ട, മതിയായി. ഞങ്ങൾക്ക് മതിയായി മീനുകൾ. പിലോപ്പി മീനുകൾ അവസാനിപ്പിച്ചിട്ട് അച്ഛൻ പറയാ എന്തൊക്കെയോ പറയുന്നുണ്ട്. മീനുകളെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങള് ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. 10 പൈസ ചെലവില്ലാത്ത സ്വിമ്മിംഗ് പൂൾ. അതായത് മീനുകളെ എവിടെ നിന്ന് മാറ്റണു. പാമ്പുണ്ട്, ഒരു നീർക്കോലി. അത് വെള്ളം ചൂടെടുത്തപ്പോ തണവ് കിട്ടാൻ വേണ്ടി വന്നതായിരിക്കും. തവിട് പിടിക്കും. അതെ, പാമ്പിന്റെ വല അല്ല പാമ്പിന്റെ വലയാ വാല് വല എന്ന് പറയുന്നത് കേട്ടാ. പിന്നെന്താ ചെയ്യാ? എന്നിട്ട് അല്ല ഈ പാമ്പിനെ പിടിക്കാണ്ടിരിക്കാൻ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലോ. പാമ്പ് നേരത്തെ കേറി അവിടെ അത് കൊറേ അങ്ങനെ കേറാൻ നോക്കി, പക്ഷെ അതിന് കേറാൻ പറ്റിയില്ല. അല്ല പാമ്പിന് നിങ്ങൾക്ക് അത് മീനിന്റെ കാര്യം ചിന്തിക്കുന്നത്, പാമ്പിന്റെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. പാമ്പിന്റെ കാര്യം ജഗ്ഗു വന്നിട്ട് ചേട്ടനോട് പറഞ്ഞില്ലേ? അപ്പൊ ചേട്ടൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ലല്ലോ. അതല്ല ഇതിന് പുറത്തേക്ക് ഇറങ്ങണം പാമ്പിനെ. നീർക്കോലിയാണെങ്കിലും നീർക്കോലി കടിച്ചാൽ അത്തഴം മുട്ടെന്ന് പറയില്ലേ. ഇതിനിപ്പോ എന്തൊരു ചെയ്യാ? എങ്ങനെയാ അവിടെ വരയ്ക്ക് എത്തിക്കണ്ടേ? ഓരോ ബക്കറ്റിലാക്കി തന്ന ഞാനും ജഗ്ഗും കൂടിയിട്ട് കയ്യോടെ അങ്ങോട്ട് കൊണ്ടിടായിരുന്നു. അല്ല ബക്കറ്റിൽ വെള്ളത്തിലേക്കിടാ എല്ലാം. പാമ്പിനെ പിടിക്കണം. പാമ്പിന്റെ അണ്ടകടാകം കലക്കാനായിട്ട് ഏറ്റവും നല്ലത് വിറ്റാണ്ട് ഇളക്കി വിടുക. പിലോപ്പികളുടെ മുകളിലത്തെ മുള്ളു കൊണ്ടിട്ട് പാമ്പ് ഒരു മീൻ വിഴുങ്ങിൻ്റെത് അതിന് പയറ് വീർത്തിട്ടുണ്ട. അതെനിക്കറിയില്ല. അയ്യോ കേറാൻ പറ്റില്ല. അത് അപ്പോഴത്തെ ടെൻഷനിലെ ചേട്ടൻ നേനങ്ങാണ്ട് അത് ടെൻഷൻ കൊടുക്കല്ല, അത് കേറിപ്പോട്ടെ. പിലോപ്പികളെ ഈ പുറത്തെ മുള്ള് ഭയങ്കര ഇതല്ലേ? അത് നീർക്കോലി തന്നെയല്ലേ? നീർക്കോലി. സരിത ആ ചെറിയ ബക്കറ്റ് എടുത്ത കുഞ്ഞത് പോടാ 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 പോടാ. എന്താണ് ഒരു ലാഗ് വയറിഞ്ഞിട്ട് ഒരു മീൻ നിന്നിട്ടാണ് വയറിന്റെ നടുവിൽ കണ്ട വീർത്തിട്ട് ഒരു മീനിന്റെ വിഴുങ്ങിയ പാമ്പിന്റെ പോലെ പറയണല്ലേ? അര വിഴുങ്ങിയ പാമ്പ്. പത്തിൻ്റെ അവന് കണ്ട പത്തിയല്ലത് തല പൊക്കി പിടിച്ചു പോണുണ്ടാ. വേഗം പൊക്കോ, വഴിക്കാണ് പൊക്കോ. ഇനി ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. അതെന്തിറിയോ, ഈ മീനുകളില്ലേ
ഇതിൽ കിടന്ന ആളേക്ക് ഇപ്പൊ അറക്ക വാളുകൊണ്ട് മുറിക്കുന്ന പോലെ തോന്നുന്നുണ്ടേ ആൾക്ക് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി നോക്കണ്ട. ഇതല്ലടാ അവിടെ ഞാൻ നനയ്ക്കുമ്പോ അവിടെ വന്ന് കിടന്നോടുന്ന പാമ്പ് അതെ ഇത് തന്നെയാ എല്ലാ ദിവസവും അവിടെ കിടക്കുന്നുണ്ടാവും അത് നനയ്ക്കുമ്പോ പുല്ല് നനയ്ക്കുമ്പോ. മീനുകളൊക്കെ ഞാൻ പറക്കില്ലാട്ടാ പാമ്പ് പോയിട്ട് ജഗ് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് മീനുകളെ വലുതുകളെ മാറ്റിട്ടോട്ടെ ചേട്ടാ. ചെല്ല് ചെല്ല് ഒരു പാക്കറ്റ് ഇവിടെ ഇറക്കി വയ്ക്കും. ചെല്ല് പറ്റും നിനക്ക് പറ്റും. ഓ ഇത് പറ്റില്ല ചേട്ടാ ഇതുമ്മ വഴിക്ക് പോവത്. അല്ല പോവാൻ പറയുന്ന എന്നോട്. അതിനല്ലോ അത് ചേരയാണെങ്കി ഇപ്പൊ കിടന്ന് അല്ല പേടിച്ചേട്ടേ ഞാൻ പൊക്കി കൊടുക്കണേ ഞാനേ പൊക്കോന്ന് വെച്ചിട്ട് വായ തുറന്ന് വരുന്നുണ്ട കടിക്കാൻ ചേട്ടാ. അത് പൊക്കോ സാധനേ പൊക്ക 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 വേണേ പൊക്കോ അപ്പൊ ഇവിടെ പൊക്കോ പോയി 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 പോയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണി ഇറങ്ങി ചേട്ടാ അതിൽ കിടക്കണ ആ പൈപ്പൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. പൈപ്പ് ദേ ആ ഞാരിന്റെ ഒക്കെ കിടക്കണ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇട്. അതന്നെ ആ ചത്തൂട്ടാ മീൻ. രണ്ടുപേരും കൂടി പിടിച്ചിട്ട് റംബൂട്ടാൻ്റെ ഇടയ്ക്ക് ഒഴിക്കും പിടിച്ചറിയേക്കും. രണ്ടുപേരും കൂടി തല നോക്കിയോ കേട്ടാ. നിന്റെ പിന്നെ പിടിച്ചാ ഷോ അയ്യോ ഇതിൽ മീനുണ്ട്. ആ മീനുള്ളത് തന്നെ പറക്കി ആ ബക്കറ്റ് ആ കുഞ്ഞ് ചോപ്പ് ബക്കറ്റ് അതിനെടുത്തോ ചോദിക്കും. ഇതിനെ കണ്ടില്ലേ കൂടെ നിൽക്കണ ഒരു വാ എനർജി കുറവാണ്. ഞാൻ മൈക്കിനോട് പറയണേ നമ്മളെ കൂടെ നിൽക്കണ ഒരു എനർജി കുറവാന്ന് പറയാ. വൃത്തിയാക്കൽ പരിപാടി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചാൽ ഒരു 2-3 വട്ടം ആ പൈപ്പ് കൊണ്ട് വെള്ളം അടിച്ച് ചുറ്റും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ വൃത്തിയാവും. ഞാൻ പറഞ്ഞത് പണിയോട് പണി ചേറെടുക്കലന്നെ. പണ്ട് ഇങ്ങനെ കിണറ് ചേറെടുക്കാൻ വരുമ്പോഴേ ചുറ്റുവട്ടത്തെ അയലോക്കത്തെ എല്ലാ പിള്ളേർക്കും ഉണ്ടാവും. അതിൽ മീനുണ്ടാ ഇല്ല മുന്നത്തേറ്റങ്ങള് കിടന്ന് പിടയ്ക്കണതാ. അയലോക്കത്തുള്ള കംപ്ലീറ്റ് പേരുണ്ടാവും ചേറെടുക്കുമ്പോഴേ മീൻ കിണറ് ചേറെടുക്കുമ്പോൾ അറിയില്ലേ. അതെന്തിനാണെന്നറിയോ മീൻ പിടിക്കാൻ മീൻ കിട്ടും. പിന്നെ നമ്മുടെ ഇതില്ലേ ഗോലികായ ഇത് കാണണ പോലെയല്ല നമ്മുടെ കാശിൻ്റെ. അയ്യോ വെറുതെ അല്ല ആ മീനില്ലേ അല്ല പാമ്പ് ജീവനെ കൊണ്ട് ഓടിയത്. ഈ പറ്റങ്ങളെ പുറത്തെ ബ്ലേഡ് പോലെയുള്ള മൂർച്ചയില്ലേ വാള് അറക്ക വാള് പോലെയല്ലേ. കൊറേ ഗപ്പികളുണ്ട് അവറ്റങ്ങളെ ഫ്രണ്ടിലത്തെ കുളത്തിലേക്ക് ഇടാലോ. അടി പറ്റി തുടങ്ങി. മീനുകൾ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കയറട്ടെ എന്നിട്ട് ഒന്നുകൂടി മോട്ടർ വിടാം. ഈ കഴുകൽ പരിപാടിയാണ്. മീനുകളെ കംപ്ലീറ്റ് വെടുപ്പാക്കി. അല്ല പറഞ്ഞ അവിടെ ഉണ്ട് ലാസ്റ്റ്. ഞാൻ കയറട്ടെ കയറി കഴിഞ്ഞിട്ട് ഇനി വെടുപ്പാക്കാൻ. പാമ്പ് ഇതിൽ വരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നുമില്ല. ഇനി നീരളക്കാൻ പറക്കില്ല. ഉണ്ണി അതിലത്തെ എടുത്തോങ്ങട് ആ മീനുകൾ ഇത് എവിടെ കിടന്നിട്ട് ഇതാവണം. ആരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളേ? പ്രേമേട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനോണ്ടാണ് മീനുകള് ഊഹിക്കാം എക്സ്പ്രഷൻ. അയ്യോ കൈമോണ്ടു കുത്തു കിട്ടി. ആ തലേ കൂടെ വെള്ളാക്കാനെ തോന്നണേ. നയിക്ക് കാണിക്കരുത് വലുതുകള ചെറുതുകളാട്ടാണ്. സൂപ്പർ സൂപ്പർ. ഈ വലിയ സ്ലോ മോഷനിൽ നടന്നു പോയി എടുത്ത്. എനിക്ക് ഈ മുള്ളു കൊള്ളണ പേടി കാരണല്ല പിടിക്കണ്ടേ കൈ മുറിയാനായിട്ട് ജാതി വേനയെ കാട്ടച്ചല്
അവിടെ മൂടിയുണ്ട്, അതുകൊണ്ട് ഞാൻ തട്ടിടാൻ പറ്റുമോ നോട്ടാ. ചെറുതുകളെ അടിപൊളിയാട്ടാ. എനിക്ക് മീൻ പിടുത്തം പറഞ്ഞില്ലേ ഭയങ്കര വേഗതയും ധൃതിയും അതും ഇതും തിക്കും തിരക്കും വേണ്ട മീൻ പിടുത്തം അതൊക്കെ ആയിരിക്കും. ഇല്ലിട്ടോ ചെറുതുകളാ. അല്ലാണ്ട് സമാധാനം എന്ന് പറഞ്ഞ സാധനം മീൻ പിടുത്തത്തിലില്ല. ഇനി എവിടെ മീനുകൾ കണ്ട ഇത് നിറച്ചിട്ടു. ഇനി ഇതിൽ ഒരു ബക്കറ്റ് മീനായി കണ്ട പുറം കളിച്ച് ഇതിലല്ലേ മീനുകൾ. അയ്യോ ദേ പറഞ്ഞ ചാടുന്നതാ പിടിക്കാൻ പറ്റും നിനക്ക്. അയ്യോ ഈ എവിടെ മീനുകൾ സരിതാ പാത്രം കൊണ്ടുപോകാ. അതേ പറഞ്ഞു കരയെന്ന് മീൻ പിടിക്കുന്നു. കൊണ്ടുപോവാ. പ്ലാവിൻ്റെ കടക്കിൽ മീനുകൾ. ചക്കയ്ക്ക് പകരം പ്ലാവിൻ്റെ കടക്കിൽ മീനുകൾ. ഏയ് എൻ്റെ മേത്ത് വെള്ളാക്കരുത്. നല്ല സുഖല്ലേ വെള്ളം ഒഴിക്കല്ലേന്നാണോ പറഞ്ഞേ? അങ്ങനെ നമ്മുടെ കഴുകൽ പരിപാടി ആരംഭിച്ചു കേട്ടാ. വൃത്തിയാക്കൽ പരിപാടി ആരംഭിച്ചു. ചൂലെടുക്കേണ്ട വരുത്തരുതാ കണ്ടാ കുത്തിയൊലിയാണ്. ചൂലെടുത്ത കയ്യോടെ ഇങ്ങനെ അടിച്ച് ഞാൻ ഇറങ്ങിയിട്ട് ബക്കറ്റ് കൊണ്ട് കോരറ്റാ വെള്ളം. ബക്കറ്റ് കൊണ്ട് എന്തിനാ കോരണേ? മോട്ടർ അടിച്ചു കളഞ്ഞൂടെ? മോട്ടർ അയ്യോ പച്ചാമുറൊക്കെ അടിച്ച അതിൽ കേക്ക് ഇനി അത് അതിന്ന് കോരി കളയണ്ടേ? അല്ല അതിൻ്റെ ഉള്ളിൽ നിറയെ കറണ്ട് നിറയും. ആ സ്റ്റവർ ആദ്യം അടിച്ചു വാരി കളയായിരുന്നില്ല ഉണ്ണിയെ. ശരി കോരി എടുക്ക് പോയിട്ട് മറ്റേ ആദ്യം ദിവസത്തിന് ചുറ്റും എല്ലാം കഴുകിയായിരിക്കും. അപ്പുറത്തേക്ക് കിടക്കട്ടെ. ആ മോട്ടർ ഒന്ന് മാറ്റി വെച്ചിട്ട് പൈപ്പ് ഇറങ്ങി നിന്ന് കഴിക്കോ. ഇത് ഇത്ര എത്തുള്ളൂ. അല്ല ആ ചാവറുള്ളൊക്കെ അവിടെ കിടക്കണം തന്നെയാണെന്ന്. അതെടാ പൊടികളാണ് ഈ പൊടികളാണ്. ഒരു വട്ടം കൂടി ചോദിച്ചാൽ ജഗ്ഗു സത്യം പറയും. കഴുത്തിന് മുമ്പ് മുക്കിക്കളയാന്ന് ഏത് കാലത്ത് കഴിയാനാ? അത് മോട്ടർ അടിച്ച് കളഞ്ഞു ചേട്ടാ വെള്ളം. ആ ബക്കറ്റ് കൊണ്ട് ഒഴുക്കി. ഇങ്ങനെ ഒഴിച്ചാ പോവോ? ഇങ്ങനെ ഒഴിച്ചാ പോവില്ല. അതേ ബക്കറ്റ് പക്ഷെ അവിടെ തുറന്നു വയ്ക്കും. അവിടെ തുറക്ക് ഇട്ട വഴിക്കുന്ന മോട്ടർ. അങ്ങനെ അവസാനത്തെ വെടുപ്പാകലുണ്ട്. ചേട്ടാ ഇത് ക്ലോറിനൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കണം വെള്ളം. ഇല്ല ബാക്ടീരിയകളൊക്കെ നിറയെ ഫംഗസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര പൊട്ടയാ. അല്ല ക്ലോറിൻ ഇട്ട് വെക്കണം എന്നല്ല പറഞ്ഞേ. വെള്ളത്തിൽ ഈ ബ്ലീച്ചിങ് ക്ലോറിൻ ഇതില്ലേ ലിക്വിഡ് ക്ലോറിൻ അതൊഴിച്ചിട്ടേ ക്ലീൻ ആക്കണമെന്ന്. ഈ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഉണ്ടാവില്ല ഇതില്. നേരെ ഇതിൽ കുളിക്കരുതെന്ന് മനസ്സിലായാ പറഞ്ഞത്. മീനുകളെല്ലാവരും ഭയങ്കര ആവേശമാണ്. പക്ഷേ ആദ്യം നിർത്തിയത് സജീവനാ. സജീവൻ വെള്ളമൊക്കെ വറ്റിച്ച് അതൊക്കെ ക്ലീനാക്കി ഷീറ്റൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. വേറെ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. അവൻ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. ഓരോടനെ ബ്രാലിനെ വാങ്ങിച്ച് വളർത്താൻ പോവാന്ന് പറയുണ്ടായിരുന്നു സജീവൻ. പിന്നെ ഒക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്.
പിന്നെ ചെറിയേട്ടനെ നിർത്തി. ചെറിയേട്ടൻ ടാങ്കൊക്കെ ക്ലീൻ ആക്കി വെള്ളം വെറുതെ നിറച്ചിട്ടിട്ട് കിടക്കുന്നുണ്ട്. അല്ല റേഷൻ കൊടുക്കാൻ മാത്രം അത്രയ്ക്കധികം മീനുകളെ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. അതെ അതന്നെ പറഞ്ഞേ. അപ്പൊ കൊറോണ കാലത്ത് തുടങ്ങി വെച്ച പടുതാക്കുളം തിലോപ്പി വിപ്ലവം ഞാൻ 2025 അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മതി നമുക്ക് ഒരു വെള്ളം അല്ല ചെളി കളയണ്ടേ ചേട്ടാ. ഈ മണ്ണ് അത് ചൂലോണ്ട് അടിച്ച് കളയണ്ട. ആ ഇത്തിരി നല്ല വെള്ളമായി. നല്ല വെള്ളമായിട്ട് മാറും. എങ്ങനെയാലും വെള്ളമായാലും മതി. മീനുകളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ വെള്ളത്തിനൊന്നും മുങ്ങണം. പ്രേമേട്ടനാ തണ്ടലൊടിഞ്ഞു. ചെയ്യാത്ത പണിയില്ല. അയ്യോ അതിനാണ് എൻ്റെ മേലേക്ക് വെള്ളം ഒഴിച്ചേ. മീനുകളെ കൊണ്ടുപോകാനായിട്ട് ഓരോരുത്തർ വന്നിറങ്ങിയിട്ട് ജോബി വന്നിട്ടുണ്ട്. ഇവിടെ ജോബിന്റെ ആരൊക്കെ പറഞ്ഞേക്കണേ മീനുകളെ മതിയില്ലേ? മതി. ഇനി നമ്മുടെ ഇതിലേക്ക് കൊടുക്കാം. ചിലത് ചത്തു, ചിലതിന് ജീവനുണ്ട് കേട്ടാ. അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. അപ്പൊ തുന്തുരുവിന്റെ ആരൊക്കെ വറുത്ത് തുടങ്ങിയതൊന്നും നമുക്ക് അറിയില്ല. പ്രേമം വന്നു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തുന്തുരു വന്ന് കൊണ്ടുപോയി. പകരം ഇവളവിടെ നിർത്തിയിട്ട് പോയി. ഇനിയിപ്പോ നോക്കിയപ്പോഴെ അതിൽ വെള്ളം ഇരുട്ടായി തുടങ്ങി. സമയം വൈകുന്നേരം 6:30. അപ്പൊ വെള്ളം നിറഞ്ഞിട്ടില്ലേ? വെള്ളമായി മുങ്ങിപ്പൂട്ടവാവേ. നല്ല കളർ വെള്ളായില്ലേ? നല്ല രസമുള്ള വെള്ളായില്ലേ? കുറച്ച് പതയുണ്ട്. പത അത് കുഴൽക്കിണറിലത്തെ വെള്ളമായോണ്ട് ഉണ്ണിയെ. കുഴൽക്കിണറിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് നല്ല വെള്ളമായിട്ട് തോന്നും. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷവായുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഇതിലത്തെ ചെളി ഇങ്ങനെ പുറത്തേക്ക് വരാം. അപ്പം അതിൻ്റെ ഒരു ആ വെള്ളത്തിലത്തെ ഇതാണ് കേട്ടാ ഈ പത പോലെ കാണുന്നത്. ചാടാ പോവാ. ആ ചേട്ടനാണ് ആദ്യം ഇറങ്ങണേ. ചാടിയില്ലേ? ചാടല്ലേ? ആ ജഗുവിന്റെ ഇൻട്രസ്റ്റ് പോയി. ചാട്. മേലേക്ക് തെറിക്കരുത് കേട്ടോ വെള്ളം. എന്തേ എന്ത് പെട്ടെന്നാ മീൻകുളം സ്വിമ്മിംഗ് പൂളായി മാറിയല്ലേ? തലയിൽ വെള്ളാക്കണ്ടാട്ടാ. ആ തല നനയ്ക്കണ്ടെന്ന് പറഞ്ഞോ. ആ വാ. അതെങ്ങനെയാ? നിനക്ക് നീന്തൽ അറിയില്ലല്ലോ. ഇതുകൊണ്ട് ഇങ്ങനെ ഈ മോളിലത്തെ ഇതിങ്ങട് മുക്കി തന്നെ. അല്ല അതിലിങ്ങനെ മുക്കിയെടുത്താ മതി. മേലെന്ന് ഇങ്ങനെ അങ്ങനെ തന്നെ. ഇറങ്ങണ്ടാ? വാ വാ. നിനക്ക് നീന്തൽ അറിയില്ലല്ലോ. അറിയോ? കരയെ കൂടെയാ?
തലമുക്കണ്ട ഐ ഉണ്ടിട നിന്നെ. അപ്പോൾ അവർ കുളിക്കട്ടെ. 10 പൈസ ചിലവില്ലാണ്ട് നമ്മൾ ഇതിലൊരു ഫിൽറ്ററിങ് സിസ്റ്റം കൂടി വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കാരണം മോട്ടറൊക്കെ ഉണ്ട്. ധനീഷിൻ്റെ അടുത്ത് കൂടിയും അതിനെക്കുറിച്ചിട്ട് ചോദിച്ചിട്ട് 10 പൈസ ചിലവില്ലാണ്ടെന്ന് പറയുന്നില്ല, നേരിയ ചിലവിൽ ഒരു സാധനം വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴൽക്കിണറിലത്തെ വെള്ളമായതുകൊണ്ടേ ഇപ്പം ഇങ്ങനെ ക്ലിയർ ആയിട്ട് എടുക്കണം നോക്കണ്ട. നാളെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ കളർ മാറും. പിന്നെ അതിലത്തെ ചെളി ഇങ്ങനെ ഊറി വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ ഒരു സാധനം വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് പിന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. തൽക്കാലം ഇങ്ങനെ പോട്ടെ നമ്മുടെ സ്വിമ്മിംഗ് പൂള്.